സാൽമൺ മീനുകൾ തന്റെ അവസാന കാലത്ത് കടലിൽ നിന്നും പുഴയിലേക്ക് പോകും. ശരീരത്തിലെ കൊഴുപ്പും പ്രോട്ടീനും എല്ലാം അവിടെ വെച്ച് നഷ്ടമാവും. തുടർന്ന് ശരീരത്തിലുണ്ടാവുന്ന കോർട്ടിസോൾ ഹോർമോൺ അവയുടെ ടിഷ്യൂവിനെ വിഘടിപ്പിക്കും. അവയവങ്ങൾ ഓരോന്നായി പ്രവർത്തിക്കാതെ ആകും. താമസിയാതെ ജീവൻ വേർപെടും. ഘട്ടം ഘട്ടമായി ജീവൻ ഉണ്ടാവുന്നത് പോലെ തന്നെ നടക്കേണ്ട ഒന്നാണ് ഘട്ടം ഘട്ടമായി ജീവൻ അവസാനിക്കേണ്ടതും. അത് സാൽമൺ മാത്രമല്ല, ഒക്ടോപ്പസ്, എട്ടുകാലികൾ, കാക്ക ഉൾപ്പെടെയുള്ള ചില പക്ഷികൾക്കും ഇതുപോലുള്ള പ്രതിഭാസം നടക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ല. വയസ്സാം കാലത്ത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം സ്റ്റേഷൻ കിട്ടാത്ത അവസ്ഥയിലാണ് ഉണ്ടാവുക. നമ്മുടെ പല അവയവങ്ങളും ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോയി അവസാനിപ്പിക്കണമെന്നറിയാതെ നിൽക്കും. അതിനൊരു കാരണമുണ്ട്. നമ്മൾ മനുഷ്യർ വാർദ്ധക്യം അറിഞ്ഞു തുടങ്ങിയത് അടുത്ത കാലത്ത് മാത്രമാണ്. നമ്മുടെ പൂർവികർ മറ്റു ജീവികളുടെ ആക്രമണം കൊണ്ടോ രോഗം വന്നോ വാർദ്ധക്യകാലം വരെ എത്തില്ല. ഞാൻ ക്ലിയർ ആക്കി തരാം. മനുഷ്യർ ഉൾപ്പെടുന്ന സസ്തിനികളുടെ കണ്ണിൽ 2-3 കോൺസെൽസ് മാത്രമേ ഉണ്ടാവൂ. എന്നാൽ കോഴികൾക്ക് അൾട്രാവയലറ്റ് രശ്മി വരെ കാണുവാൻ സാധിക്കുന്ന സെല്ലുൾപ്പെടെ 5 കോൺസെല്ലുകളുണ്ട്. പകലിനെ അതിന്റെ ശരിക്കുമുള്ള ഭംഗിയിലും യുവിയുടെ വെട്ടിത്തിളങ്ങുന്ന വെളിച്ചത്തിലും കോഴി എന്ന ഡൈനോസറിന് കാണുവാൻ സാധിക്കും. എന്നാൽ മനുഷ്യർക്ക് കഴിയില്ല. കാരണം ഡൈനോസർ 16 കോടി വർഷം ഭൂമി അടക്കി വാണത് പകലിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ സസ്തിനികളുടെ പൂർവികരോ ഇവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി രാത്രികാലങ്ങളിൽ മാത്രം പുറത്തിറങ്ങിയിരുന്നവരാണ്. രാത്രി സഞ്ചാരത്തിന് വേണ്ടി പരിണമിച്ച കണ്ണുകളുള്ള ജീവിയുടെ തുടർച്ചയായതുകൊണ്ടാണ് മനുഷ്യർ ഉൾപ്പെടുന്ന സസ്തിനികൾക്ക് ഇപ്പോഴും കണ്ണിൽ കുറച്ച് കോൺസെൽസ് മാത്രമുള്ളത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. രാത്രികാല വേട്ടയ്ക്ക് പരിണാമപ്പെട്ട ഡൈനോസറുകളിൽ നിന്നും ആക്രമണം തുടർന്നു. ഇവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ജീവന്റെ തുടക്കകാലത്ത് ശരീരത്തിലുണ്ടാവുന്ന മ്യൂട്ടേഷൻ എല്ലാം അടുത്ത തലമുറകൾക്ക് കൈമാറുവാൻ സാധിക്കും. എന്നാൽ വയസ്സാം കാലം വരെ ജീവിക്കാത്തത് കൊണ്ട് ശേഷം നടക്കേണ്ടിയിരുന്ന മ്യൂട്ടേഷനൊന്നും അടുത്ത തലമുറയ്ക്ക് കൈമാറാതെയായി. ഈ ക്രമം കോടിക്കണക്കിന് വർഷങ്ങൾ തുടർന്നപ്പോൾ സാൽമൺ മീനുകളെ പോലെ, ഒക്ടോപ്പസിനെ പോലെ വയസ്സാം കാലത്ത് ശരീരത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ മനുഷ്യർ ഉൾപ്പെടെയുള്ള സസ്തിനികൾക്ക് നഷ്ടമായി. കാലങ്ങൾ കടന്നുപോയി. ചിക്സ്ലൂബ് ആസ്ട്രോയിഡ് ഇടിക്ക് ശേഷം പറക്കുന്ന ഡൈനോസറുകൾ ഒഴികെയുള്ള ഡൈനോസറുകൾ ഇല്ലാതെയായി. പകരം സസ്തിനികൾ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങുന്ന കാലം. അങ്ങനെ രാത്രികാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ചയ്ക്ക് വേണ്ടി പരിണമിച്ച കണ്ണുകളുമായി മനുഷ്യ പൂർവികർ ഒരു മരത്തിൽ കയറി വന്നു. ഒരു മായാജാലക്കാരനായ വൃക്ഷം. അതിജീവനത്തിന് മാറിയ കാലത്തിനനുസരിച്ച് മരങ്ങളും മാറേണ്ടതുണ്ട്. അതുകൊണ്ട് സസ്തിനികളിലെ ചിലതിനെ ആകർഷിച്ച് വിത്ത് വിതരണത്തിന് നിറങ്ങൾ ഉപയോഗിക്കുവാൻ മരങ്ങൾ തുടങ്ങി. ഈ നിറങ്ങളെ തിരിച്ചറിയുവാൻ പ്രൈമേറ്റ്സിന്റെ കണ്ണുകളും പരിണമിച്ചു. പൂവിന് വേണ്ടി പൂമ്പാറ്റയും പൂമ്പാറ്റയ്ക്ക് വേണ്ടി പൂക്കളും പരിണമിച്ച പോലുള്ള ഒരു മാറ്റം. പഴങ്ങൾ എത്തിപ്പിടിക്കുവാൻ വേണ്ടി കൈയും മരത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി കാലുകളും പരിണമിച്ചു. നിറത്തിലൂടെ പഴങ്ങളെ കണ്ടെത്തുവാൻ അവയുടെ കണ്ണുകളും പരിണമിച്ചു. ഇന്ന് സസ്തിനികളിൽ നിറങ്ങൾ തിരിച്ചറിയുവാൻ കണ്ണിൽ 3 കോൺസെൽസ് ഉള്ള ഒരേ ഒരു ജീവിവർഗം മനുഷ്യർ ഉൾപ്പെടുന്ന പ്രൈമേറ്റ്സ് ആണ്.